ഈ ഒരു ഫ്രൂട്ടിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഒരുപാട് പേരുണ്ടല്ലേ. ബബ്ലൂസ് നാരങ്ങ, ബബ്ലി നാരങ്ങ, കമ്പിളി നാരങ്ങ, പിന്നെ മധുര നാരങ്ങ, അങ്ങനെ കുറേ ഉണ്ടല്ലേ. എന്നാൽ ഞങ്ങളിതിനെ വിളിക്കുന്ന പേര് കേട്ടാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും ശരി വരും. ഞങ്ങളിതിനെ മാതള നാരങ്ങ എന്നാട്ടോ വിളിക്കുക. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ ശരിക്കുള്ള മാതള നാരങ്ങയ്ക്ക് എന്ത് വിളിക്കുമെന്ന്. അതിനെ ഞങ്ങൾ ഉറുമാമ്പഴം എന്നും വിളിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് കണ്ടപ്പോൾ സാധനം ഏതാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ. ഇത് വെച്ചിട്ട് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കാറുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എനിക്കതിൻ്റെ അല്ലി കണ്ടപ്പോൾ ജ്യൂസ് അടിക്കാനാണ് ആദ്യം തോന്നി. ജ്യൂസ് അടിച്ച് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലികൾ മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം ജ്യൂസ് അടിക്കാനാണെങ്കിലും അച്ചാർ ഉണ്ടാക്കാനാണെങ്കിലും. അപ്പോൾ ജ്യൂസിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റെസിപ്പിയൊന്നുമില്ല. പഞ്ചസാര ചേർക്കുക, തണുത്ത വെള്ളം ചേർക്കുക, അങ്ങോട്ട് അരിച്ചെടുക്കുക. അത് അപ്പോൾ തന്നെ കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പ് രുചി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള 10 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി വലുതും ചെറുതൊക്കെ ആയതുകൊണ്ട് എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു 10 അല്ലി മതി. ഇനി അച്ചാറിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, അതായത് എള്ളെണ്ണ ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മളിവിടെ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നിട്ട് ചതച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ എണ്ണയിലിട്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണക്കം ഒന്ന് പോട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു കുത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് പോകുമ്പോൾ നമുക്കിതിലേക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളക്കാന്താരി ഉള്ളതുകൊണ്ട് കുറച്ച് അത് ചേർക്കുന്നുണ്ട്. അച്ചാറിലേക്കൊക്കെ എപ്പോഴും കാന്താരി മുളകായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും പിന്നെ അച്ചാർ പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഈ ഒരു നാരങ്ങ വെച്ച് അച്ചാറിടുമ്പോൾ അതിൻ്റെ കുരു അതിൽ പെടാൻ പാടില്ല, തൊലിയും പെടാൻ പാടില്ല കേട്ടോ. അല്ലിയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നല്ല കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ഇതാ 2.5 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് കരിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിപ്പോൾ ഇട്ട് അന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൂടോടെ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് എല്ലാം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം, അതായത് സുർക്ക ചേർത്ത് കൊടുക്കാം. അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വിനാഗിരി ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ഗ്ലാസ് എടുത്തിരുന്നു, അത് മുഴുവനായിട്ടൊന്നും ചേർത്തിട്ടില്ല. വിനാഗിരി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്കുള്ള നാരങ്ങയുടെ അല്ലികൾ നമ്മൾ എടുത്ത് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ ഓണപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ അല്ലിയാക്കി വെച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കുറേ സമയം അതിങ്ങനെ നോക്കി നിൽക്കുന്ന നല്ലൊരു കളറും ഒക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു നാരങ്ങ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കിട്ടുന്ന സമയത്ത് ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതത് നല്ല പോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വെള്ളനാരങ്ങയും മടുകപ്പുളിയൊക്കെ ഇടുന്ന പോലെ ഒരു രസമുള്ള കയ്പ്പാണ്. നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കുരുവോ തൊലിയൊക്കെ പെടുകയാണെങ്കിൽ നല്ല കയ്പ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലൊരു അച്ചാർ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്